നമസ്കാരം. ഏപ്രിൽ 3 വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നതാണ്. കാരണം ഈ ദിവസം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷി ഷഷ്ഠി തിഥിയുമായി പൊരുത്തപ്പെടുന്നതാണ്. ഈ ശുഭദിനത്തിൽ വ്യാഴവും ചന്ദ്രനും ചേർന്ന് ഗജകേസരി യോഗം രൂപീകരിച്ചിരിക്കുകയാണ്. കൂടാതെ ഗൗരി യോഗം പോലുള്ള അനുകൂലമായ മറ്റ് നിരവധിയാർന്ന യോഗങ്ങളും ഉണ്ടാകുന്നതാണ്. രോഹിണി നക്ഷത്രത്തിൽ നിന്നും മകീരം നക്ഷത്രത്തിലേക്കുള്ള മാറ്റവും സംഭവിക്കും. സൗഭാഗ്യദായകമായ രവിയോഗവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ആ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ഏവരും ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഏവരും വന്ദിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഏപ്രിൽ 3 ഏറ്റവും അനുകൂലമായ ദിവസങ്ങളുടെ ആരംഭമായി തന്നെ തീരും. കാരണം കൂടുതൽ ഊർജവും ശക്തിയും ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നതായ പല കാര്യങ്ങളും ഇവർക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ലാഭം ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായ ദിവസമാണ് വന്നു ചേരുക. ബുദ്ധിയും വാക്ചാതുര്യവും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകും. സ്വാധീനമുള്ള വ്യക്തികളുടെ പിന്തുണയും സഹകരണവും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സഹകരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും പിന്തുണകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ധനകാര്യ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പരസ്പര പിന്തുണ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസങ്ങളാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പരിശ്രമങ്ങൾ വിജയങ്ങളിലേക്ക് എത്തിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. അത് സഹപ്രവർത്തകരുടേതാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ജോലിയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ പ്രധാനമായും ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം അനുകൂലമായ സമയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. കുട്ടികളുമായി ബന്ധപ്പെട്ട് പലവിധ ആശങ്കകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ, തൊഴിൽപരമായാണ് എങ്കിലും നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്ന ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യവും തുണയ്ക്കുന്നതായ സമയമായി മാറും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ലാഭങ്ങൾ വന്ന് ചേരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്.
ഈ സമയം പങ്കാളിത്ത സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ പല കാര്യങ്ങൾ കൊണ്ടും സാധിക്കണം എന്നില്ല. കാരണം അത്രമേൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിനാൽ ഈ നാളുകാർ കരുതിയിരിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഭൗതികമായ സൗകര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സമയമാണ്. ജോലി സംബന്ധമായ യാത്രകൾ വിജയകരമായി തീരും, ഫലപ്രദമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസങ്ങളാണ് മുൻപിലുള്ളത്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. വളരെയധികം ശ്രദ്ധിക്കണം എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ശ്രദ്ധയോടെ നീങ്ങേണ്ട സമയമാകുന്നു. വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. അതിനാൽ കരുതിയിരിക്കേണ്ടത് അനിവാര്യമാകുന്നു. പ്രധാനമായും സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. സഹോദരങ്ങളുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ പിന്തുണ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പരസ്പര സ്നേഹവും ഐക്യവും നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് സമയം ചെലവഴിക്കുവാനുള്ള അവസരം, സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സൗകര്യവും സുഖവും പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കാരണം ധനപരമായ നേട്ടങ്ങൾ, ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുക, അത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക, ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അനുകൂലമായ ഫലങ്ങൾ വർദ്ധിക്കാവുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. പ്രധാനമായും ഈ സമയം വളരെയധികം കരുതിയിരിക്കേണ്ട സമയമാണ്. അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം. ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതായ ഈ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അതല്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് പലരിലേക്കും പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് ബന്ധങ്ങൾ വികസിപ്പിക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ജോലി മാറ്റങ്ങൾക്കായി ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും പെട്ടെന്ന് സഹായം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും താൽക്കാലികമായ സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ മറ്റ് കാര്യങ്ങൾക്കായി പണം അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തുടക്കം ചെറിയ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി തീരാം.
എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തും സംഭവിക്കാവുന്നതായ സമയമാണ്. അതിനാൽ ശുഭകരമായ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.